ഇംപ്ലാന്റേഷന് ശേഷം നമ്മുടെ ട്രോഫോബ്ലാസ്റ്റിൽ കൊറിയോണിക് വില്ലൈ ഫോം ചെയ്യുന്ന പോലെ ഉള്ളിലുള്ള ഇന്നർ സെൽ മാസ്, അതായത് ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്ക് എന്ത് സംഭവിക്കണം? സോ ഇംപ്ലാന്റേഷന് ശേഷം ഇന്നർ സെൽ മാസ് അഥവാ നമ്മുടെ എംബ്രിയോ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് 3 ലെയറുകളായിട്ട് മാറുന്നു. ട്രോഫോബ്ലാസ്റ്റ് കൊറിയോണിക് വില്ലൈ ഫോം ചെയ്ത പോലെ നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ സെൽ മാസ് അഥവാ എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് 3 ലെയറുകളായിട്ട് മാറുന്നു. ഒന്നാമത്തേത് എക്ടോഡം. സോ ഔട്ടർ എക്ടോഡമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, പിന്നീട് ഇന്നർ എൻഡോഡമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, അതിനുശേഷം മീസോഡം ഡെവലപ്പ് ചെയ്യുന്നു. സോ ഈ എക്ടോഡമിൻ്റെയും എൻഡോഡമിൻ്റെയും ഔട്ടർ ആൻഡ് ഇന്നർ ലെയറിൻ്റെ ഉള്ളിലായിട്ട് ബിറ്റ്വീനായിട്ട് എക്ടോഡം എൻഡോഡമിൻ്റെ ഉള്ളിലായിട്ട് മീസോഡം എന്ന് പറഞ്ഞ ലെയർ ഫോം ചെയ്യുന്നു. അങ്ങനെ ഇന്നർ സെൽമാസ് എക്ടോഡം ഔട്ടർ എക്ടോഡമായിട്ടും ഇന്നർ എൻഡോഡമായിട്ടും മിഡിലുള്ള മീസോഡം എക്ടോഡമിൻ്റെ എൻഡോഡമിൻ്റെ ഇടയിലുള്ള മീസോഡമായിട്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഇതാണ് എംബ്രിയോയിൽ സംഭവിക്കുന്നത്. എംബ്രിയോ അല്ലെങ്കിൽ ഇന്നർ സെൽമാസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഉണ്ടാവുന്ന 3 ലെയറുകളാണിത്. ഈ 3 ലെയറുകളും എക്ടോഡം, എൻഡോഡം, മീസോഡം, ഈ 3 ലെയറുകളും ആ ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോൻ്റെ എല്ലാ ടിഷ്യൂസും ഓർഗൻസും ഫീറ്റസിൻ്റെ എല്ലാ ടിഷ്യൂസും ഓർഗൻസും ഫോം ചെയ്യുന്നത് ഈ ഓരോ ലെയറുകളിൽ നിന്ന് എക്ടോഡമിൽ നിന്നും എൻഡോഡമിൽ നിന്നും മീസോഡമിൽ നിന്നാണ് എല്ലാ ടിഷ്യൂസും ഓർഗൻസും ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്നർ സെൽ മാസിന് ഒരു പ്രത്യേകത പറയുന്നതെന്ന് വെച്ചാൽ അതിൽ ഒരു സർട്ടൻ സ്പെഷ്യലൈസ്ഡ് സെല്ലുകളുണ്ട്. ഇന്നർ സെൽ മാസിൽ കൺസിസ്റ്റ് ഓഫ് സ്പെഷ്യൽ സർട്ടൻ സെൽസുകൾ, അതിൻ്റെ പേരാണ് സ്റ്റെം സെൽസ് എന്ന് പറയും. അതാണ് സ്റ്റെം സെൽ. സോ ഇന്നർ സെൽ മാസിലുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെല്ലുകളാണ് സ്റ്റെം സെൽസ്. ഈ സ്റ്റെം സെൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദേ ഹാവ് ദ പൊട്ടൻസി ടു ഗീവ് റൈസ് ഓൾ ടിഷ്യൂസ് ആൻഡ് ഓർഗൻ. ഈ സ്റ്റെം സെൽസിന് നമ്മുടെ ശരീരത്തിലുള്ള ഏത് ടിഷ്യൂ ആയിട്ടും ഏത് ഓർഗനായിട്ടും ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവുള്ള സെല്ലുകളാണ് സ്റ്റെം സെൽസിന്. ഒരുപാട് റിസർച്ച് വർക്കുകളൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ് സ്റ്റെം സെൽസ്. സോ നമ്മുടെ അംബിലിക്കൽ കോഡ്, ആ കുഞ്ഞിൻ്റെ അത് അവിടെ ഒരുപാട് സ്റ്റെം സെൽസ് ഉണ്ടായിരിക്കും. സോ അതൊക്കെ ഫോറിൻ കൺട്രീസിലൊക്കെ ഇതൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. സോ ഭാവിയിൽ ഇൻ കേസ് എന്തെങ്കിലും ഡിസീസ് വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മുടെ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് കംപ്ലൈൻ്റ് ആയുള്ള ഏത് ടിഷ്യൂ ഓർഗനും ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവുണ്ട്. നമ്മളവിടെ അതൊക്കെ യൂസ് ചെയ്യുന്നില്ല. സോ ഈ പറഞ്ഞ ടിഷ്യൂ ഓർഗനായിട്ട് ഡെവലപ്പ് ചെയ്യാൻ കാരണം ഈ പറഞ്ഞ ഈ ലെയറുകളിലുള്ള, അതായത് ഇന്നർ സെൽമാസിനുള്ള ആ സ്പെഷ്യലൈസ്ഡ് പൊട്ടൻസി തന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവ്. എന്തായിട്ട് ഡെവലപ്പ് ചെയ്യാൻ? എല്ലാ ടിഷ്യൂവും ഓർഗനായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവ് ഈ സ്റ്റെം സെൽസിനുണ്ട്. ഈ സ്റ്റെം സെൽസ് എവിടെയാണുള്ളത്? ഈ ഇന്നർ സെൽമാസിനാണുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ എക്ടോഡം, എൻഡോഡം, മീസോഡം ഓരോ ടിഷ്യൂ ഓർഗൻ അല്ലെങ്കിൽ സിസ്റ്റംസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ ആ എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾ പറയാം. എക്ടോഡേം എന്ന് പറഞ്ഞ ലെയർ ഡെവലപ്പ് ചെയ്യണത് നെർവസ് സിസ്റ്റം. സോ എക്ടോഡേമിൽ നിന്നാണ്, ഔട്ടർ ലെയറായ എക്ടോഡേമിൽ നിന്നാണ് നെർവസ് സിസ്റ്റം, ബക്കൽ കാവിറ്റി, റെക്റ്റം, അഡ്രീനൽ മെഡ്യൂള, പോസ്റ്റീരിയർ ആൻഡ് മിഡിൽ ആയിട്ടുള്ള പിറ്റ്യൂട്ടറി ലോബുകൾ, എപ്പിഡെമിസ് ഓഫ് ദ സ്കിൻ എക്സെട്ര. ഇത്രയും കുറച്ച് എക്സാമ്പിളുകളാണ് എക്ടോഡേം എന്ന് പറഞ്ഞ ലെയറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻഡോഡം, ഇന്നർ ലെയറായ എൻഡോഡേമിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ലെയർ എന്തൊക്കെയാണ് നോക്കിയേ? ഡൈജസ്റ്റീവ് സിസ്റ്റം എൻഡോഡേമിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. റെസ്പിറേറ്ററി സിസ്റ്റം, യൂറിനറി ബ്ലാഡർ, തൈറോയിഡ്, തൈമസ്, പാരാതൈറോയിഡ്, ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി, മിഡിൽ ഇയർ കാവിറ്റി. ഇത്രയും സംഭവങ്ങൾ ഇതൊക്കെ എവിടെ നിന്നാണ് ഓർഗൻസ് സിസ്റ്റംസൊക്കെ എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യണത്? എൻഡോഡേം എന്ന് പറഞ്ഞാൽ ഇന്നർ ലെയറിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ എക്ടോഡം എൻഡോഡമും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇത് രണ്ടിൻ്റെ ഇടയിൽ മിഡിലായിട്ടൊരു ലെയർ ഫോം ചെയ്യും. അതാണ് മീസോഡം. സോ മീസോഡം എന്തൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഏതൊക്കെ സിസ്റ്റംസാണ്? മസ്കുലാർ സിസ്റ്റം, സ്കെൽറ്റൽ സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം പ്ലസ് അഡ്രീനൽ കോർട്ടക്സ്. ഇതുപോലെ കുറച്ച് സിസ്റ്റംസും അഡ്രീനൽ കോർട്ടക്സൊക്കെയാണ് മീസോഡമിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഇത്രയേ ഉള്ളൂ. ഇന്നർ സെൽമാസാണ് നമ്മൾ ആ കുഞ്ഞിൻ്റെ ബോഡിയിൽ ഫർദറായിട്ടുള്ള എല്ലാ സിസ്റ്റംസും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് എക്ടോഡേമും എൻഡോഡേമും മീസോഡേമുമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ഈ പറഞ്ഞ 3 ലെയറുകളിൽ നിന്ന് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ഓരോ ഓർഗൻസും ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം ഇന്നർ സെൽമാസിലുള്ള എന്താണ്? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർട്ടൻ സെൽസുകളുണ്ട്, സ്റ്റെം സെൽസിന് ഹൈലി പൊട്ടൻസി ഉണ്ട്. എന്തിനാ? ടു ഡെവലപ്പ് എനി കൈൻഡ് ഓഫ് ടിഷ്യൂ ആൻഡ് ഓർഗൻസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള എബിലിറ്റി ആർക്കുണ്ട്? സ്റ്റെം സെൽസിനുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കാം. എങ്ങനെയാണ് ആ ഒരു ഫീറ്റസിൻ്റെ ഉള്ളിൽ മദറിൻ്റെ ബോഡിയിൽ എങ്ങനെയാണ് ആ ഫീറ്റസിൻ്റെ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണത് നമുക്ക് നോക്കാം.